ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂണ് വെച്ച് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ആദ്യം നിങ്ങൾ കുറച്ച് വെളുത്തുള്ളി അരിയണം, കുറച്ച് ഇഞ്ചി, ശകലം ഇഞ്ചി ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് പച്ചമുളകും ഉണക്കമുളകും സവാളയും വേണം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇടണം. ഇഞ്ചി കുറച്ച് ഇട്ടാൽ മതി, ഒരു ശകലം ഇട്ടാൽ മതി. ഞാനിവിടെ ശകലം ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി ഇച്ചിരി നന്നായിട്ട് വേണം, ഒരു 2-3 അല്ലി. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കൂണിൻ്റെ ആ കണക്കനുസരിച്ച് എടുത്താൽ മതി. ഒരുപാടങ്ങ് വേണ്ട, എല്ലാം ഒരു 2 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ ഒരു സവാള എടുത്ത് അരിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു കുറച്ച് നേരം ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പൊടികൾ ആഡ് ചെയ്യണം. പൊടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് പൊടികൾ മതി. അതിൻ്റെ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ ഒരു ശകലം ഗരം മസാല ആഡ് ചെയ്യണം. കൂടുതലൊന്നും വേണ്ട ഗരം മസാല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. അതും ഒന്ന് പിന്നെ ഇളക്കി ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ ഒരു ശകലം വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇളക്കാം, ഇല്ലെങ്കിൽ കൂണിടുമ്പോൾ ഉപ്പിട്ടാലും മതി. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും കൂടെ യോജിച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കണം. അത് പ്രത്യേക ഒരു കാര്യം പറയാനുള്ള, ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് കൂണുണ്ടെന്ന് തോന്നും, പക്ഷേ അത് വെന്ത് കഴിയുമ്പോൾ ഒരു 1/4 ഭാഗമേ കാണൂ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. പിന്നെ ഏത് തരത്തിലുള്ള കൂണ് വെച്ചും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് വേവിക്കണം. അതിൻ്റെ ആ ഒരു പരുവം അറിയാം, ഒരു വെന്ത് വരുന്ന പരുവം അറിയാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സൂപ്പർ ഒരു കറിയാണ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പം നിങ്ങൾ കണ്ടോ, ആ കൂണ് ഒരുപാടങ്ങ് വെന്ത് 1/4 ഭാഗമായിട്ട് മാറി. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഈ പരുവത്തിൽ ചാറോടുകൂടി ഉപയോഗിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റും. അല്ല പറ്റിച്ചെടുക്കണമെങ്കിൽ മെഴുക്ക് പുരട്ടി പരുവത്തിലെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം പറ്റിച്ച് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇവിടെ മെഴുക്ക് പുരട്ടി പരുവത്തിന് വെള്ളം പറ്റിച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കറി ഒന്ന് ചെയ്ത് ഈ കൂണ് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എൻ്റെ വീട്ടുകാരിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്.